രാഗിണി ദീപയോട് ചോദിക്കുകയാണ്, എന്റെ സ്വഭാവമൊക്കെ ഇവൻ പറഞ്ഞായിരുന്നോ? ആ, പറഞ്ഞായിരുന്നു. എല്ലാം ഒന്നും പറഞ്ഞു കാണത്തില്ല. എന്നാൽ കേട്ടോ, ഇവൻ പറഞ്ഞതിലും കുറച്ച് കൂടാനേ വഴിയുള്ളൂ. ഒട്ടും കുറയില്ല. അതുകൊണ്ട് കല്യാണം വേണമോ വേണ്ടയോ എന്നുള്ളതൊക്കെ കാലേ കൂട്ടി തീരുമാനിക്കാം. വീട്ടിലൊരു വക്കീലുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. അതെ, അച്ഛൻ വക്കീലാണ്. മക്കളോട് അമിത സ്നേഹം കാണിക്കുന്ന വക്കീലാണോ? അങ്ങനെയാണെങ്കിൽ കെട്ടുകഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലേക്ക് വന്ന ശേഷം കണ്ണൊന്ന് നനഞ്ഞാൽ അതിന് പരിഹാരം കാണാൻ ശ്രമിക്കും മക്കളെ അമിതമായിട്ട് സ്നേഹിക്കുന്ന മാതാപിതാക്കളൊക്കെ. പിന്നെ അവര് വക്കീലന്മാരായാലോ, മക്കൾക്ക് വേണ്ടി ഫീസില്ലാതെ വാദിക്കാമല്ലോ. അതുകൊണ്ട് മരുമക്കളെയും അവരുടെ കുടുംബത്തിലുള്ളവരെയും കോടതി കയറ്റുന്നത് അവർക്കൊരു രസമായിരിക്കും. ജയലാൽ പറയുകയാണ്, ഏട്ടത്തി പോലെ ദീപയെ കാണരുതമ്മേ. ദീപ തന്റെ ഇടം കുറഞ്ഞ കുട്ടിയാണ്. രാഗിണി പറയാണ്, തന്റെ ഇടം കൂടിയാലും കുറഞ്ഞായാലും എനിക്ക് എന്റേതായ ചില രീതികളൊക്കെ ഉണ്ട്. അതിനൊരു മാറ്റവും വരില്ല. അങ്ങനെ വന്നാൽ ഉടനടി ഞാൻ പ്രതികരിച്ചിരിക്കും. പറയേണ്ടത് പറഞ്ഞിരിക്കും. ചിലപ്പോൾ കരണത്തൊന്ന് തന്നിട്ടായിരിക്കും പറയുന്നത്. ആകെ ഭയപ്പെട്ടു നിൽക്കുകയാണ് ദീപ. രാഗിണി വീണ്ടും ചോദിക്കുകയാണ്, മൂത്ത മരുമകളുടെ വിശേഷങ്ങളൊക്കെ ഇവൻ പറഞ്ഞു കാണുമല്ലോ? പറഞ്ഞു. രാഗിണി വീണ്ടും പറയുകയാണ്, കള്ളം പറയുന്നതും കേൾക്കുന്നതും എനിക്കിഷ്ടമല്ല. എന്റെ ആൺമക്കൾ കള്ളം പറയുന്നവരല്ല, തെറ്റ് ചെയ്യുന്നവരും അല്ല. എങ്കിലും എനിക്കിഷ്ടപ്പെടാത്തത് കണ്ടാൽ കയ്യിൽ കിട്ടുന്നതെടുത്ത് നടുംപുറത്ത് ഞാൻ അടിക്കുമായിരുന്നു. ഇവൻ എങ്ങനെ അടിയൊന്നും കൊണ്ടിട്ടില്ല. മൂത്തവനാണ് ശരിക്ക് കൊണ്ടിട്ടുള്ളത്. പിന്നെ എന്റെ ഇളയൊരു മോളുണ്ട്, ചാരുലത. അവൾ കുഞ്ഞായതുകൊണ്ട് അവളെ ഞാനൊന്നും ചെയ്യാറില്ല എന്ന് കരുതി മരുമക്കളോട് ഞാനൊരു ദയാദാക്ഷിണ്യവും കാണിക്കില്ല. ഇതൊക്കെ ഞാൻ എന്തിനാ ഇപ്പോഴേ പറയുന്നത് എന്ന് വെച്ചാൽ, നാളെ ഒരു ചോദ്യം വരാതിരിക്കാനാണ്. കല്യാണത്തിന് മുമ്പ് തേനേ പാല് എന്നൊക്കെ വിളിച്ചു നിന്നിട്ട് കല്യാണത്തിന് ശേഷം സ്വഭാവം മാറിയാൽ അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഉള്ളതുപോലെ പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അതുപോലെ നിനക്കെന്തെങ്കിലും കുറ്റമോ കുറവോ ഉണ്ടെങ്കിൽ അതിവനോട് പറയണം. ഇവനതെന്നോട് പറഞ്ഞോളും. ജയലാൽ പറയുകയാണ്, എന്നോട് ദീപ എല്ലാം പറഞ്ഞിട്ടുണ്ടമ്മേ. ദീപയെ ഒന്ന് നോക്കിയിട്ട് രാഗിണി പറയുകയാണ്, കണ്ടിട്ട് വർഗത്തൊക്കെ ഉള്ളതാണെന്ന് തോന്നുന്നു. പിന്നെ നിന്റെ അച്ഛൻ വക്കീലായത് കൊണ്ട് മാത്രമാണ് ഒരു പോരായ്മ. ആ, എന്നാലും പോട്ടെ, ഇവൻ ഇഷ്ടപ്പെട്ടതല്ലേ. എന്നാ ഞങ്ങൾ പോട്ടെ അമ്മേ. അല്ല, ഇവര് എത്ര മക്കളുണ്ടെന്നാണ് നീ പറഞ്ഞത്? 3 പേര്. മൂത്തത് ദിലീപ് മെഡിസിന് പഠിക്കുകയാണ്. ചിരിച്ചുകൊണ്ട് രാഗിണി പറയുകയാണ്, അപ്പോൾ കുടുംബത്തിലൊരു ഡോക്ടറൊക്കെ ഉള്ളത് നല്ലതാണ്. മറ്റേയാളോ? അത് ദീപയ്ക്ക് താഴെയുള്ളയാളാണ്, ദിയ. ഡിഗ്രിക്ക് പഠിക്കുകയാണ്. പാർട്ട് ടൈം ആയിട്ട് LLBക്കും പോകുന്നുണ്ട്. രാഗിണി പറയുകയാണ്, ദേ കിടക്കുന്നു അനിയത്തിയും അച്ഛനും വക്കീലന്മാര്. അമ്മ എന്തോന്നാ പറഞ്ഞത്? ആ, വില്ലേജ് ഓഫീസർ. ഇപ്പൊ തലതാഴ്ത്തി നിൽക്കുന്നവൾ പിന്നെ തയ്യൽ കയറി അങ്ങ് നിരങ്ങുമോ? നീ LLBക്കൊന്നും പോകുന്നില്ലല്ലോ കൊച്ചേ. ഇല്ലെന്ന് പറയുകയാണ് ദീപ. പിന്നെയും രാഗിണി പറയുകയാണ്, എന്തൊക്കെയോ വശപിശകുകളൊക്കെ ഉണ്ട്. പരോളിലിറങ്ങിയിട്ട് ഞാൻ ഇവനൊപ്പം നിന്റെ വീട്ടിലൊന്ന് പോകുമല്ലോ. എന്നിട്ടൊക്കെ മതി ഉറപ്പിക്കൽ. എന്നാ ഞങ്ങൾ പോട്ടെ അമ്മേ. ശരിയെന്ന് പറഞ്ഞ് അവർ പോവുകയാണ് അവിടെ നിന്നും. തിരികെ വണ്ടിയിലിരിക്കുമ്പോൾ ജയലാൽ ചോദിക്കുകയാണ്, അമ്മയെ കണ്ടിട്ടിറങ്ങുമ്പോൾ തനിക്ക് നല്ല ഭയമുണ്ടല്ലോ. ലാലേട്ടൻ അറിയാമല്ലോ എന്റെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ. അമ്മ ഇതൊക്കെ അറിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് ഭയമുണ്ട്. എന്റെ അമ്മ ആരാണെന്നും എന്താണെന്നും അറിയാൻ വേണ്ടിയിട്ടാണ് അമ്മയ്ക്കരികിലേക്ക് ദീപയെ കൂട്ടിക്കൊണ്ടുപോയത്. നിങ്ങൾ തമ്മിൽ കാണേണ്ടത് അത്യാവശ്യമായിരുന്നു. ദീപയ്ക്കുണ്ടായ സംഭവങ്ങൾ അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ വിവാഹം നടക്കില്ല. അതുകൊണ്ട് അമ്മ അറിയാതിരിക്കാൻ ശ്രദ്ധിക്കണം. അറിഞ്ഞാലോ എന്ന് ദീപ ചോദിക്കുമ്പോൾ ജയലാൽ പറയുകയാണ്, അറിഞ്ഞാൽ കല്യാണം നടക്കില്ലെന്ന് പറഞ്ഞില്ലേ. ദീപ വിഷമിക്കേണ്ട. തന്റെയും തന്റെ കുടുംബത്തിന്റെയും A to Z എനിക്കറിയാം. ഡോക്ടർ ഇക്ബാൽ എല്ലാം എന്നോട് പറഞ്ഞു കഴിഞ്ഞു. ആ നിലയ്ക്ക് നമുക്ക് പരസ്പര ധാരണയോടുകൂടി മുന്നോട്ട് പോകാം. എന്റെ അമ്മയോട് ദീപയ്ക്കുണ്ടായ അപകടത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അതുപോലെ എന്റെ അമ്മ ജയിലിലാണെന്ന് ദീപയും വീട്ടിൽ അറിയിക്കേണ്ട. അന്ന് കല്യാണം കഴിയുന്നത് വരെ ദീപയുടെ അമ്മയും അനിയത്തിയും ഒന്നും ഈ കാര്യങ്ങൾ അറിയണ്ട. എടോ, നമ്മൾ രണ്ടും തെറ്റൊന്നും ചെയ്യുന്നില്ല. പിന്നെ പറയേണ്ട കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണമുണ്ട്. സത്യം തുറന്നു പറഞ്ഞാൽ ഈ ബന്ധം നടക്കില്ല. എടോ, വിവാഹത്തിന് മുമ്പ് പെണ്ണും ചെറുക്കനും ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ പരസ്പരം അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടി തന്നെയാണ് ദീപയോട് ഞാൻ വരണമെന്ന് പറഞ്ഞത്. അമ്മയെന്നും ജയിലിൽ കിടക്കില്ല, ഒരു നാൾ പുറത്തു വരും. അന്ന് അമ്മയുടെ സ്വഭാവത്തിനനുസരിച്ച് ജീവിക്കാൻ ദീപ പ്രിപ്പയർഡ് ആയിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഓഫീസും വീടും തമ്മിൽ 40-45 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. വീട്ടിൽ പോകണമെന്ന് തോന്നുമ്പോൾ പോകും, അല്ലാത്തപ്പോൾ ഇവിടെ ഓഫീസിനടുത്ത് തന്നെയാണ് താമസം.
നമുക്ക് സാവകാശം നമ്മുടെ വീട്ടിൽ നിന്നും ഇങ്ങോട്ട് മാറാം. പിന്നെ അമ്മ ജയിലിൽ നിന്ന് വന്നാലും കുറച്ചു ദിവസം മാത്രമേ നമ്മളോടൊപ്പം വന്ന് താമസിക്കൂ. ആ നേരത്തമ്മയെ ദേഷ്യം പിടിപ്പിക്കാതിരുന്നാൽ മാത്രം മതി. അമ്മയുടെ സ്വഭാവം അറിഞ്ഞു പെരുമാറിയാൽ മതി. എന്തായാലും ദീപയ്ക്ക് അതിനുള്ള കഴിവുണ്ടെന്ന് എനിക്കറിയാം. ദീപ പറയുകയാണ്, ഞാൻ ആരോടും വഴക്കൊന്നും ഇടാറില്ല. എനിക്കറിയാം അതൊക്കെ. അതുകൊണ്ടാണ് ദീപ എന്റെ ജീവിതത്തിൽ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യാനും തയ്യാറാണ്. എല്ലാ അമ്മമാരും മക്കളുടെ കാര്യത്തിൽ സ്വാർത്ഥരാണ് ദീപേ. ആ സ്വാർത്ഥത എന്റെ അമ്മയ്ക്ക് ഒത്തിരി കൂടിപ്പോയി. അമ്മയുടെ മക്കള് അമ്മയെ അമിതമായി സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ്. അവിടെ അമ്മയേക്കാൾ സ്നേഹം മരുമക്കളോടാണെങ്കിൽ അമ്മയ്ക്കത് അത്രയ്ക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഓരോരുത്തര് ഓരോ സ്വഭാവക്കാരാണ്. അതുകൂടി മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകില്ല. ദീപയുടെ വീട്ടിലെ കാര്യങ്ങൾ ഡോക്ടറിനോട് പറഞ്ഞിട്ടുള്ള കൂട്ടത്തിൽ ദീപയുടെ അച്ഛനെ പറ്റിയും പറഞ്ഞു. കുടുംബം നോക്കാതെ കുട്ടികൾക്ക് ചിലവിന് പോലും കൊടുക്കാത്ത ഒരച്ഛൻ. അദ്ദേഹം അറിവുള്ള മനുഷ്യനല്ലേ, കോടതിയിൽ കഴിവ് തെളിയിച്ച ആളല്ലേ, പേരെടുത്ത വക്കീലല്ലേ. എന്നിട്ടും എന്താ ഇങ്ങനെ? അതാണ് മനുഷ്യന്റെ സ്വഭാവം. ഒരാളെ അടപടലം മാറ്റി നമ്മുടെ രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അവരുടെ സ്വഭാവം അറിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയാൽ. ദീപ പറയുകയാണ്, ഈ കല്യാണം കഴിയുന്നത് വരെ എനിക്ക് പേടിയാണ് ലാലേട്ടാ. പേടിച്ചിട്ട് എന്താ കാര്യം? ഞാൻ പെണ്ണ് കണ്ടുപോയതിനു ശേഷം ദീപയ്ക്ക് എന്നെ ഇഷ്ടമായതുകൊണ്ടാണല്ലോ ഈ കല്യാണവുമായി മുന്നോട്ട് പോകാമെന്ന് ദീപയുടെ അമ്മ പറഞ്ഞത്. അതുപോലെ തന്നെ ദീപയെയും എനിക്കൊത്തിരി ഇഷ്ടമായി. ഇതുവരെ ഒരു പെൺകുട്ടിയോടും അമിതമായി ആരാധനയോ സ്നേഹമോ എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോഴതുണ്ട്. ഇനി താൻ കൈവിട്ടു പോകുന്നതിൽ കുറച്ച് വിഷമമായിരിക്കും. എന്ന് വെച്ചാൽ ഇനി തന്നെ പോലെ ഒരാളെ കണ്ടെത്താൻ പ്രയാസമാണ്. പ്രത്യേകിച്ച് എന്റെ അമ്മയുടെ സ്വഭാവം അറിഞ്ഞിട്ടും പിന്തിരിയാത്ത ഒരു പെൺകുട്ടി. അല്ല, അമ്മയെ കണ്ട ശേഷം ചില സംശയങ്ങൾ ദീപയും അറിയിച്ചു. വീട്ടിൽ ചെന്ന ശേഷം പിന്തിരിയുമോ? ഏയ്, ഒരിക്കലും ഇല്ല. ഹോ, ആശ്വാസമായി. അന്നേരം ദീപ പറയുകയാണ്, എന്റെ ആശങ്കകളാണ് ഞാൻ പറഞ്ഞത്. അതിലൊന്നും ഒരു കാര്യവും ഇല്ല. വിവാഹം എന്ന് പറയുന്നത് വിധിയാണെങ്കിൽ വിധിയുള്ളവർ എപ്പോഴെങ്കിലും കണ്ടുമുട്ടും. അവരെ ദൈവം കൂട്ടിയോജിപ്പിക്കുകയും ചെയ്യും. നമുക്കങ്ങനെ കരുതാം. എന്റെ അച്ഛനെ ദീപ കണ്ടിട്ടില്ലല്ലോ. അതിന് അച്ഛനെ ലാലേട്ടൻ കൊണ്ടുവന്നിട്ടില്ലല്ലോ. ഒരു ദിവസം കൊണ്ടുവരാം. അമ്മയുടെ മുൻപിൽ പഞ്ചപുച്ഛം മടക്കി നിൽക്കുന്ന ഒരാളാണ് എന്റെ അച്ഛൻ. പട്ടാളക്കാരനാണ്, യുദ്ധത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ വീട്ടിനകത്ത് യുദ്ധം വരുമ്പോൾ അച്ഛൻ ആയുധം വെച്ച് കീഴടങ്ങും. അതാണ് സ്വഭാവം. അമ്മയ്ക്കെതിരെ നിന്നാൽ അച്ഛൻ പുറത്താണ്. കുടുംബം വേണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യൻ കോംപ്രമൈസിന് തയ്യാറായേ പറ്റൂ. ഒരു ഒത്തുതീർപ്പാണ് കുടുംബം. അതില്ലെങ്കിൽ ഒരു കുടുംബവും ദാമ്പത്യവും മുന്നോട്ട് പോകില്ല. അതേസമയം ജയലാലിന്റെ വണ്ടിയുടെ പുറകെ വരികയാണ് കാർത്തി. ജയലാലിന്റെയും ദീപയുടെയും വണ്ടിക്ക് കുറുക്കു വയ്ക്കുകയാണ് കാർത്തി. കാർത്തിയെ കണ്ട് ഭയപ്പെട്ട് ദീപ പറയുകയാണ്, അതാണ് സദാനന്ദന്റെ മകൻ കാർത്തി. ഓ, ഇവൻ ജയിലിലായിരുന്നില്ലേ? പരോൾ ഇറങ്ങിയതായിരിക്കും അല്ലേ? വണ്ടിയിൽ നിന്നും ഇറങ്ങുകയാണ് കാർത്തിയും ജയലാലും. ദീപ പറയുകയാണ്, ഒടക്കാൻ നിൽക്കേണ്ട. കാർത്തി ജയലാലിനോട് പറയുകയാണ്, ഞാൻ വണ്ടിയിൽ ഇതിലെ പോവുകയായിരുന്നു. അപ്പോഴാണ് അയാൾ കാറിനകത്ത് ഇരിക്കുന്നത് കണ്ടത്. സംശയം തോന്നിയത് കൊണ്ട് റിവേഴ്സ് എടുത്ത് വന്നതാണ്. ദേഷ്യപ്പെട്ട് ജയലാൽ ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്? കാർത്തി ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്? ജയലാൽ പറയുകയാണ്, ഞാൻ ആരോ ആയിക്കൊള്ളട്ടെ, എന്റെ വണ്ടിക്ക് കുറുക്ക് വയ്ക്കേണ്ട കാര്യം എന്താണ്? ചിരിച്ചുകൊണ്ട് തന്നെ കാർത്തി ചോദിക്കുകയാണ്, വെച്ചാൽ നീ എന്തു ചെയ്യും? വണ്ടിയിൽ നിന്നും ഇറങ്ങി ദീപ വന്ന് പറയുകയാണ്, ലാലേട്ടാ വേണ്ട. അന്നേരം കാർത്തി ചോദിക്കുകയാണ്, ഓ, ലാലേട്ടൻ മോഹൻലാൽ ആണോ? അല്ല, ജയലാൽ എന്നാണ്. കാർത്തി വീണ്ടും പറയുകയാണ്, എവിടെയൊക്കെ വെച്ച് നിന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ നിങ്ങളെ ആദ്യമായിട്ട് കാണുകയാണ്. അല്ല, ഇവളും നീയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പറഞ്ഞില്ല. വീണ്ടും ദേഷ്യപ്പെട്ട് ജയലാൽ ചോദിക്കുകയാണ്, അത് നിന്നോട് പറയേണ്ട കാര്യം എന്താണ്? വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കാനാണടോ. എന്താ, നീ ഇവളെ കെട്ടാൻ പോകുന്ന പയ്യൻ വല്ലതും ആണോ? അതോ ഇനി കാമുകനാണോ? എടാ ചെക്ക, നീ എന്തായാലും ശരി ഇവളുടെ ചരിത്രം അറിഞ്ഞിട്ടേ ഇവൾക്കൊപ്പം നടക്കാവൂ, അല്ലെങ്കിൽ നാറും. ജയലാൽ പറയുകയാണ്, ദീപയ്ക്കൊപ്പം നടക്കുമ്പോൾ നാറുന്നെങ്കിൽ ഞാനങ്ങ് സഹിച്ചു. തനിക്ക് നഷ്ടമൊന്നും ഇല്ലല്ലോ. ഇവളുടെ അനിയത്തി ഒരുത്തി ഉണ്ട്. നാട്ടിലെ പ്രധാന ഗുണ്ടയാണ് അവളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്. അതുപോലെ നീയും ഗുണ്ടയാണോ? ജയലാലിനെ ഒന്ന് നോക്കിയിട്ട് കാർത്തി പറയുകയാണ്, അതിനു വേണ്ട ചുറ്റുവട്ടമൊന്നും ഇല്ലല്ലോ നിന്റെ ശരീരത്തിന്. എടി മോളെ, നീ നിന്റെ മൊബൈലിൽ കിടക്കുന്ന ഫോട്ടോസൊക്കെ ചേട്ടനൊന്ന് കാണിച്ചു കൊടുക്കാത്തത് എന്താ? അതോ ഇനി ഇവനിത് കണ്ടിട്ടാണോ നിന്നെ കാറ് കയറ്റിൽ കൊണ്ട് വന്നത്? ജയലാൽ പറയുകയാണ്, ഇവളൊരു പാവം കുട്ടിയാണ്. ഇവളുടെ അനിയത്തി ആയിരുന്നെങ്കിൽ മറുപടി നിനക്ക് ഇപ്പോൾ തന്നെ തന്നേനെ. ഇവൾക്ക് വേണ്ടി വീറോടെ സംസാരിക്കുന്ന നിന്നോട് ഞാൻ പറയുകയാണ്, ഇവളുടെ കൂടെ നടന്നാൽ നിന്റെ ചങ്ക് വാടും. ഉടയാത്ത ശരീരം ഉടയും. അതുകൊണ്ട് സൂക്ഷിച്ചു മുന്നോട്ട് പോയാൽ മതി.
അത്രയും പറഞ്ഞ് വണ്ടി എടുത്തു പോവുകയാണ് കാർത്തി. ജയലാൽ ചോദിക്കുകയാണ്, ദീപ ഭയന്നോ? അന്ന് പാർക്കിൽ വെച്ച് ഒരാളുടെ ഷട്ടിൽ പിടിച്ചതുപോലെ എന്തെങ്കിലും സംഭവം ഉണ്ടാകുമെന്ന് ഞാൻ കരുതി. ആളും തരവും കണ്ടേ ഞാൻ പെരുമാറൂ. അവൻ തല്ലിയെങ്കിൽ ഞാൻ തിരിച്ചു തല്ലിയേനെ. എനിക്കതിന് ധൈര്യക്കുറവൊന്നും ഇല്ല. ദീപ പറയുകയാണ്, അയാളും അയാളുടെ അച്ഛനും ഒട്ടും മനുഷ്യത്വം ഇല്ലാത്തവരാണ്. അത് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ തോൽക്കാൻ തീരുമാനിച്ചാൽ തിരിച്ചടിയായിരിക്കും ഫലം. കാരണം ഒരിക്കലേ ഉള്ളൂ ദീപെ, അത് ഏറ്റെടുക്കാമെന്ന് നാം വെല്ലുവിളിക്കുക തന്നെ വേണം. ദീപയുടെ അമ്മ സത്യസന്ധയായ ഒരു ഓഫീസർ ആയതുകൊണ്ടാണ് അവർക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായത്. സത്യം പറഞ്ഞാൽ ഡോക്ടർ പറഞ്ഞ കഥ കേട്ടിട്ട് എനിക്ക് ദീപയുടെ അമ്മയോട് ആരാധനയാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു അമ്മയുടെ മകളെ എനിക്ക് വേണമെന്ന് ഞാൻ തീരുമാനിച്ചത്. വന്ന് വണ്ടിയിൽ കയറെന്നും പറഞ്ഞ് ദീപയും കൂട്ടി പോവുകയാണ് ജയലാൽ. വണ്ടിയിൽ വെച്ച് ജയലാൽ പറയുകയാണ്, പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നാണ് നമ്മൾ വിവാഹിതരാകുന്നത്. രണ്ട് സൈഡിലും ഒരുപാട് വിഷയങ്ങളുണ്ട്. എന്റെ അമ്മയെ താൻ കണ്ടു കഴിഞ്ഞു. അതുപോലെ തന്നെ തന്നെയും തന്റെ കുടുംബത്തെയും ഇല്ലാതാക്കാൻ നടക്കുന്ന ഇപ്പോൾ പോയ ഉൾപ്പെടെ എല്ലാവരും പുറത്തുണ്ട്. മറ്റുള്ളവർ പറയുന്നത് കേൾക്കില്ല എന്ന് തീരുമാനിച്ചാൽ പിന്നെ ഒരു പ്രശ്നവും ഇല്ല. ആർക്കും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനും പറ്റില്ല. ജീവിതത്തിലുടനീളം ഇതുപോലുള്ള ആൾക്കാരെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അവിടെയൊക്കെ തന്റെ ഇടത്തോടു കൂടി പിടിച്ചു നിന്നാൽ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാം. ദീപ പറയുകയാണ്, അവൻ കുറെ കാലം ജയിലിൽ കിടക്കുമെന്ന് കരുതി. ഇനി സ്ഥിരമായിട്ട് പുറത്തിറങ്ങിയതാണോ എന്തോ? ആണെങ്കിൽ ആയിക്കൊള്ളട്ടെ. എന്തായാലും ഞാൻ ജീവിച്ചിരിക്കുന്നെങ്കിൽ തന്റെ കഴുത്തിൽ താലി കെട്ടിയിരിക്കും. ഇത് കേട്ട് ആശ്വസിക്കുകയാണ് ദീപ. ഇതുവരെ ആ പേടി മാറിയില്ല അല്ലേ? അവൻ ജയിലിലായിരുന്നപ്പോൾ ഒരു സമാധാനം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ പുറത്തിറങ്ങിയ സ്ഥിതിക്ക് എന്ത് ചെയ്യുമെന്ന് ഒരു പിടിയും ഇല്ല. നമ്മൾ ധൈര്യത്തോടെ മുന്നോട്ട് പോയാൽ അവരെന്ത് ചെയ്യാനാണ്? തന്റെ ഇടം കളയരുത്. ഇനിയും ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അവിടെയൊന്നും നമ്മൾ പ്രതികരിക്കാൻ നിൽക്കണ്ട. പ്രത്യേകിച്ച് ഇതുപോലുള്ള ക്രിമിനൽസിനോട്. ദീപ ഭയക്കേണ്ട. പിന്നെ ഇന്ന് നമ്മൾ ഒരാളെ കണ്ടല്ലോ ജയിലിൽ പോയി. ഈ ലോകത്ത് ദൈവം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്റെ അമ്മയെ മാത്രമേ പേടിയുള്ളൂ. അല്ലാതെ ഒരുത്തനെയും പേടിയില്ല. അതേസമയം വീട്ടിലെത്തുകയാണ് വണ്ടി. ജയലാൽ പറയുകയാണ്, താൻ ഇറങ്ങ. ജയലാലും ഇറങ്ങുകയാണ്. അന്നേരം അകത്തു നിന്നും പുറത്തേക്ക് വരികയാണ് വിജയകുമാർ. വിജയകുമാറിനെ കണ്ട് അച്ഛനാണെന്ന് പറയുമ്പോൾ ജയലാൽ പറയുകയാണ്, മനസ്സിലായി അച്ഛ, ഇത് ലാലേട്ടൻ പറയുകയാണ് ദീപ. ചിരിക്കുകയാണ് വിജയകുമാർ. വിജയകുമാർ ചോദിക്കുകയാണ്, ജയലാൽ അല്ലേ? കല്യാണത്തിന് മുമ്പ് ഇതുപോലുള്ള ചുറ്റലൊക്കെ വേണോ ജയലാലെ? പരസ്പരം മനസ്സിലാക്കാനും പരസ്പരം ഒന്ന് സംസാരിക്കാനും വേണ്ടിയാണ് ഞാൻ ദീപയൊന്ന് പുറത്തേക്ക് കൊണ്ടുപോയത്. കല്യാണത്തിന് മുമ്പ് അങ്ങനെ ഒരുപാട് അടുക്കണ്ട. പറയുന്നത് കൊണ്ട് ജയലാലിനൊന്നും തോന്നരുത്. ഇന്നത്തെ കാലത്ത് എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല. ചിരിച്ചു കൊണ്ട് അടുക്കലേക്ക് വരുന്ന പലരുടെയും ഉള്ളിൽ ചതിയുണ്ട്. ജയലാൽ പറയുകയാണ്, എനിക്ക് അങ്ങനെയുള്ള സ്വഭാവമില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അച്ഛന്റെ മോൾ എനിക്കൊപ്പം വന്നത്. ആയിക്കോട്ടെ, എനിക്കതിൽ പരാതിയില്ല. പിന്നെ മോളുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണോ ജയലാൽ ഇവളെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചത്? ആണെന്നെന്റെ മിസ്സസ് പറഞ്ഞു. പക്ഷെ അന്ന് ഞാനിവിടെ ഇല്ലായിരുന്നല്ലോ. എല്ലാ കാര്യങ്ങളും പെണ്ണ് കാണാൻ വരുന്നതിന് മുമ്പ് തന്നെ ഡോക്ടർ ഇക്ബാൽ എന്നോട് പറഞ്ഞിരുന്നു. അതെല്ലാം കേട്ടതിന് ശേഷമാണ് ഞാൻ ദീപയെ വന്ന് കണ്ടതും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതും. അന്നേരം പുറത്തേക്ക് വരികയാണ് ഭാഗ്യലക്ഷ്മി. പിന്നെയെന്ന് പറഞ്ഞ് വിജയകുമാർ പറയാൻ തുടങ്ങുമ്പോൾ ഭാഗ്യലക്ഷ്മി പറയുകയാണ്, മോൻ എന്താ ഇവിടെ തന്നെ നിന്നത്? വരൂ, അകത്തേക്ക് കയറിയിരിക്കാം. കുറച്ച് തിരക്കുണ്ടമ്മേ, പോയിട്ട് പിന്നീട് വരാം. വിജയകുമാർ ചോദിക്കുകയാണ്, വീട്ടിലെല്ലാവരും ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടോ? ദീപയെ വിവാഹം കഴിക്കാൻ പോകുന്നത് ഞാനാണ്. എനിക്കൊപ്പം ജീവിക്കാൻ പോകുന്നത് ദീപയും. ദീപയുടെ അമ്മയൊന്നും മറച്ചു വെച്ചിട്ടില്ല. അത് നോക്കിയാൽ പോരെ? വിജയകുമാർ പറയുകയാണ്, അതെ, നിങ്ങൾ സ്നേഹിച്ച് ഒളിച്ചോടാൻ നിൽക്കുന്നവരാണെങ്കിൽ ഈ പറയുന്നതൊക്കെ ശരിയാണ്. വേറെ ആരുടെയും ഒപ്പീനിയൻ വേണ്ട. എന്നാൽ ഇത് അറേഞ്ച്ഡ് മാരേജ് ആണ്. അങ്ങനെയുള്ളപ്പോൾ കുടുംബത്തിൽ കാരണവന്മാരുണ്ടെങ്കിൽ അവരുടെയൊക്കെ അഭിപ്രായം അറിയണം. ഞാൻ ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. അറിയില്ലാത്തൊരു സ്വഭാവമാണ് എന്റേത്. അതുകൊണ്ടാണ് കാര്യങ്ങൾ കാലേക്കൂട്ടി ഇങ്ങനെ സംസാരിക്കുന്നത്. ആയിക്കോട്ടെ, എന്നെ ഈ വീടിന്റെ മരുമകനാക്കാൻ അമ്മ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടോ അതിന്റെ ഇരട്ടി എനിക്ക് ആഗ്രഹമുണ്ട് ദീപയെ എന്റെ വീടിന്റെ മരുമകളാക്കാൻ. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.